ഞാനിങ്ങനെ ആലോചിക്കായിരുന്നേ, നമ്മളെ മലയാളികളെ പറ്റിക്കാൻ എന്ത് സുഖമാണെന്നറിയാമോ? നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും വിവരമില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് എനിക്ക് തന്നെ ഇപ്പോൾ ഇഷ്ടംപോലെ എൻക്വയറീസ് വരാറുണ്ട്. ചേട്ടാ ഇവിടെ ജോലി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇവരുടെ നിന്ന് എല്ലാവരും വേണമെങ്കിൽ എനിക്ക് സുഖമായിട്ട് ഒരു 10,000 രൂപ മേടിച്ച് കഴിഞ്ഞാൽ ഒരു 10 പേരെ മേടിച്ച് കഴിഞ്ഞാൽ 1,00,000 രൂപയായി. വിസ പ്രോസസ്സിംഗ് ചുമ്മാ പറഞ്ഞാൽ മതി. വിസ പ്രോസസ്സിംഗ് ആകുമ്പോൾ കിട്ടിയില്ലെങ്കിൽ തിരിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം റിജക്റ്റ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കേസ് അവിടെ ക്ലോസ് ആയി. നാട്ടിൽ പോകാനുള്ള ചിലവിനുള്ള പൈസയുമായി. ആം, എല്ലാ ഏജൻസികളും പറഞ്ഞാൽ ഇങ്ങനെ കണ്ണും പൂട്ടി വിശ്വസിക്കാണ്ട് ജസ്റ്റ് എന്നാ പറഞ്ഞത് നമ്മുടെ എല്ലാവരുടെയും മൊബൈലുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാ വിവരവും നമുക്ക് അതിൻ്റെ അകത്തുണ്ട്. ഒരു സംഭവമല്ല, ഇഷ്ടംപോലെ സംഭവങ്ങൾ നമുക്ക് എക്സാമ്പിളുണ്ട്. എന്നാലും നമ്മൾ പഠിക്കത്തില്ല. ഏജൻസിക്കാർ പറഞ്ഞാൽ കണ്ണും പൂട്ടിയും വിശ്വസിക്കുകയാണ്. അവർക്ക് പൈസ കൊടുക്കുന്നു, വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു, വിസ കിട്ടിയില്ലെന്ന് പറയുന്നു, പറ്റിക്കപ്പെടുന്നു. ചിലപ്പോൾ ഏജൻസിയുടെ വിവരം പോലും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് അവർ പറഞ്ഞതൊക്കെ ഒന്ന് നേരാണോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് ആ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ചുമ്മാ എല്ലാ വിവരങ്ങളും അതിനകത്ത് കിടപ്പുണ്ട്. പറ്റത്തില്ലെങ്കിൽ ആ ചാറ്റ് ജിപിറ്റിയോട് അങ്ങോട്ട് ചോദിക്കുക, അതും പറഞ്ഞു തരും. ഇങ്ങോട്ടെങ്കിൽ നേഴ്സിംഗ് പ്രോസസ്സിൻ്റെ കാര്യങ്ങളെല്ലാം ചുമ്മാ ചാറ്റ് ജിപിറ്റിയോട് ചുമ്മാ ഒന്ന് ചോദിച്ചാൽ മതി. അത് എന്നൊക്കെ വേണ്ടതെന്നുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കുക. എങ്ങോട്ടെങ്കിലും കയറി പോകുന്നതിന് മുന്നേ. ഇതിപ്പോൾ എന്നാ പറയണ്ടേ, എത്ര പഠിച്ചാലും എത്ര സംഭവം എത്ര കിട്ടിയാലും നമ്മൾ മലയാളത്തിൽ പഠിക്കത്തില്ലെന്ന് പറഞ്ഞ പോലെയാണ്. എന്നാ ചെയ്യാനാ, അനുഭവിക്കുക.